ഹായ് ഹലോ. ഓക്കെ, ഹായ് ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഐലൻഡർ മീ. ഞങ്ങൾ മൂന്ന് പേരും ഇങ്ങനെ വന്നിട്ട് സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 2024 ഞങ്ങൾ മൂന്ന് പേരുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു 10 അല്ലെങ്കിൽ ഒരു 5 റെസൊല്യൂഷൻസ് ഉണ്ടാവും. അതിൽ എന്തൊക്കെ നമ്മൾ ഫുൾഫിൽ ചെയ്തു അല്ലെങ്കിൽ എന്തൊക്കെ പെൻഡിങ് ഉണ്ടെന്ന് 2025 ഇൻഷാല്ലാ നമ്മൾ നിങ്ങളോട് പറയും ഇതേപോലെ. അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും എന്തായാലും ഫസ്റ്റ് റെസൊല്യൂഷൻ തുടങ്ങാൻ മുമ്പ് 2023 നമുക്ക് എങ്ങനെയായിരിക്കും കൂടി പറയാല്ലേ? ജിയുടെ 2023 എങ്ങനെയാണ്? 2023 എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് വിഷമവും കൂടി സന്തോഷം കൂടി ഒരു ഇയർ ആയിരുന്നു. കുറെ പേര് മനസ്സിലാക്കാൻ സാധിച്ചു. നമ്മുടെ വീക്ക് ആയിട്ടുള്ള സമയത്ത് ആരൊക്കെ നമ്മളെ കൂടെ നിൽക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇതായി. എൻ്റെ വല്യമ്മക്ക് ചെറിയൊരു അസുഖം വന്ന ആ ഒരു ടൈമിൽ ഞാൻ ഓൾറെഡി കൊച്ചിയിൽ നിന്ന് നാട്ടിലെത്തിയതാണ്. അപ്പോൾ നമുക്കറിയാലോ, കൊച്ചിയിൽ നിന്ന് നാട്ടിലെത്തുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ പൈസ ഒക്കെ ഉണ്ടാവില്ല. അപ്പോൾ തിരിച്ച് 2 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് വാക്യുവേഷനായിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞാൻ പൈസ കൊടുത്ത് എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചപ്പോഴത്തേക്കും അവർ കുറേ എല്ലാ ഫ്രണ്ട്സൊന്നുമില്ല, കുറച്ച് പേര്, എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് അങ്ങനെ വേണമെങ്കിൽ പറയാം. അവർ കുറേ അവരുടേതായ ന്യായങ്ങൾ, ഞാൻ എൻ്റെ പൈസ തിരിച്ചു വാങ്ങിക്കാൻ എൻ്റെ ഫുള്ള് എനിക്ക് എൻ്റെ കയ്യിലില്ല അങ്ങനത്തെ ഒരു രീതിയിൽ സംസാരിക്കേണ്ടി വരുന്നുണ്ട്. കാരണം ബോധിപ്പിക്കേണ്ടി വരും. നമ്മളെ പൈസക്ക് വരട്ട് കാരണം ബോധിപ്പിക്കേണ്ടി വരും. അപ്പൊ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത്, നമ്മുടെ ഒരു ആവശ്യത്തിന് പൈസ ആർക്കും കടം കൊടുക്കേണ്ട അങ്ങനെയല്ല. നമ്മുടെ ഒരു ആവശ്യത്തിന് വിളിച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾ വിളിച്ചാൽ അവർ തരും എന്നൊരിക്കലും പ്രതീക്ഷിക്കരുത്. പിന്നെ നമ്മളെപ്പോഴും നമ്മുടെ ബാങ്ക് ബാലൻസിൽ കുറച്ച് എമൗണ്ട് സേവ് ചെയ്ത് തന്നെ വെക്കണം. അതിപ്പോൾ എത്ര ട്രിപ്പ് പോയാലും എവിടെ പോയി അടിച്ചു പൊളിച്ചു വന്നാലും കുറച്ച് എമൗണ്ടെങ്കിലും പെട്ടെന്നൊരു ആവശ്യത്തിന് എപ്പോഴാണ് ബുദ്ധിമുട്ട് വരാമെന്നറിയില്ല. അങ്ങനെ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ആരെയും ട്രസ്റ്റ് ചെയ്യരുത്. ആരും ഇല്ലെങ്കിലും നമ്മൾ ജീവിക്കണം, നമ്മൾ മുമ്പോട്ട് പോയേ തീരൂ. നമ്മുടെ ലൈഫാണ്, ഒരിക്കലും ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോകരുത്. ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും മുമ്പോട്ട് തന്നെ പോവാം. സങ്കടങ്ങളില്ലാത്ത മനുഷ്യനില്ല. സന്തോഷങ്ങളും സങ്കടങ്ങളും മിക്സ് ചെയ്തതാണ് ലൈഫ്. അപ്പൊ സങ്കടങ്ങൾ ഉണ്ടെങ്കിലും ചിരിച്ച മുഖത്തോട് എല്ലാവരോടും സന്തോഷമായിട്ട് ഹാപ്പി മൊമെന്റ്സ് ഉണ്ടാക്കാൻ നോക്കാം മാക്സിമം. സങ്കടങ്ങൾ വന്നിട്ട് പോകും, അതിന് മൈൻഡ് ചെയ്യാൻ നിൽക്കരുത്, അതിന്റെ പുറകെ പോകരുത്. ഇതൊക്കെയായിരുന്നു എന്റെ പാഠങ്ങൾ ശരിക്കും പറഞ്ഞാലല്ല 2023. നല്ലതും കുറെ ബിസിനസ് ചെയ്ത് ഞങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞു. അത് പഠിപ്പിച്ച പാഠം എന്താ വെച്ചാൽ സസ്റ്റൈനബിലിറ്റി. ഏതൊരു സിറ്റുവേഷനിലും നമുക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ്. പൊട്ടിപ്പോകുന്നെങ്കിൽ പോട്ടെ, പക്ഷെ ഞങ്ങള് 3 പേരുമായിട്ടുള്ള അല്ലെങ്കിൽ 3 പേരും പിന്നെ ഞങ്ങള് 2 ബ്രദേഴ്സും തമ്മിലുള്ള ആ ഒരു സർക്കിള് ഭയങ്കര തിക്കായി. അവരെങ്ങനെയാണ് നമ്മളെങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് ഒന്നും കൂടെ. എല്ലാവരും ഒരു ബിസി ലൈഫല്ലേ, എല്ലാവരും ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, വീട്ടിൽ കയറുന്നു, ഉറങ്ങുന്നു, അതാക്കുന്നു ഇതാക്കുന്നു. പക്ഷെ നമ്മുടെ ഫാമിലിയോടുള്ള കസിൻസിന്റെ ഇടയിലുള്ള ഒരു ബോണ്ട് പലപ്പോഴും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് 3 പേർക്ക് തന്നെ 2023 ഇയർ ഓഫ് ലോസ് ആണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാള് മരിച്ചു. അത് 2023 അത് ഏറ്റവും സാഡ് മൊമെന്റ് ആയിരുന്നു. അല്ലെങ്കിൽ 2023 ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല അടിപൊളി ഇയർ ആയിരുന്നു. നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തു. കഴിഞ്ഞ 2023 ഡിസംബറിന്റെ അന്ന് എടുത്ത റെസൊല്യൂഷൻ ആയിരുന്നു എല്ലാ ഡിസംബറിലും നമ്മൾ ട്രാവൽ ചെയ്യണം. ഇപ്പൊ ഈ മറ്റേ ട്രിപ്പ് വന്നതല്ലാണ്ട് അതിനു മുമ്പ് പക്ഷെ നമ്മള് ഒരു സന്തോഷത്തിന്റെ ഇടയിൽ സഡൻലി നമുക്ക് എന്തെങ്കിലും ഒരു സാഡ്നെസ് വന്നുകൊണ്ടിരിക്കും. 2023 അങ്ങനെയായിരുന്നു. പെട്ടെന്നുള്ള ആരെങ്കിലും നമ്മുടെ അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരെ പക്ഷേ ചിലർക്ക് വിചാരിക്കുന്നത് നമ്മൾ ഭയങ്കര ഹാപ്പി ഹാപ്പി
പറഞ്ഞാലും പുറത്തിറങ്ങുമ്പോ ഞാൻ ചിരിച്ചോണ്ടായിരുന്നു. അതെനിക്ക് ഒരു കോൺഫിഡൻസ് ആണ്. 2023 തിരിച്ചറിവിന്റെ ഒരു ഇയർ ആയിരുന്നു. ഒരുപാട് പേര് വന്നിട്ട് ഫേക്ക് ഫ്രണ്ട്സ് എന്റെ ലൈഫിൽ വന്നു. അവരെ അതേപോലെ പറിച്ചു കളഞ്ഞ പോലത്തെ ഒരു ഇയർ ആയിരുന്നു. ആൻഡ് ഒരാൾ ഇൻട്രസ്റ്റ് ബ്ലൈൻഡ് ഇല്ല എന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ഫാമിലിയിൽ പോലും നമുക്ക് നമ്മുടെ പാരന്റ്സ് ആണ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുക. ആ ഒരു ഇതില് നമ്മളെപ്പോഴും മുമ്പോട്ട് പോവാ. എത്ര എന്തൊക്കെ സംഭവിച്ചാലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ ഫാമിലിയെ കൂടെ നിൽക്കുള്ളൂ. അത് തിരിച്ചറിഞ്ഞത് 2023 അതുപോലെ മറ്റേ ബോൾഡായിട്ട് നോ പറയാനും പഠിച്ചു. നല്ല ബോൾഡായിട്ട് ഇനി നോ പറയും, പറയുന്നതിന് പറയുക തന്നെ ചെയ്യും. നമ്മുടെ ചുറ്റിലുള്ളവരെ കണ്ടെത്താൻ വിചാരിക്കുന്നത് നമ്മൾ ഭയങ്കര സന്തോഷമാണ്, ജോലിയാണ്, അവർക്കൊരു വിഷമമില്ല, അവർക്ക് എന്ത് തന്നെ ഫണ്ട് ഉണ്ടാക്കുന്ന കണ്ടിട്ട് പലരും പറഞ്ഞു ഇവരെന്തിനാ ഇങ്ങനെ ടൂർ പോവാ, ഇങ്ങനെ ഫണ്ട് ഉണ്ടാക്കുന്ന, അങ്ങനെ ഇല്ലേ ഇങ്ങനെ ഇല്ലേ. പക്ഷെ നമ്മളെ ഹാപ്പിനെസ് അതാണ്. വീട്ടുകാർക്ക് ഭയങ്കര സപ്പോർട്ടാണ്. ഞങ്ങള് പണിയെടുക്കുന്ന സ്ഥലത്തുള്ള എമൗണ്ട് എടുത്തിട്ടില്ല എന്നൊന്നും പറയുന്നില്ല, എടുത്തിട്ടില്ല. എങ്കിൽ കൂടി ബഡ്ജറ്റ് പ്ലാനിങ്ങില് ഇപ്പൊ പെർഹെഡ് ഇത്ര ഒരു രൂപ ബഡ്ജറ്റിലായിരുന്നു. അതൊരിക്കലും നമ്മുടെ ഇൻകം വെച്ചിട്ട് ചെയ്തിട്ടില്ല. അത് ഞങ്ങൾ ഇങ്ങനെ ഏൺ ചെയ്ത ഇൻകം ആയിരുന്നു റവന്യൂ. അപ്പൊ ആ റവന്യൂ ഒന്നുകൂടി കൂടി ഈ വർഷം ഞങ്ങൾ എടുത്ത ഏറ്റവും നല്ല തീരുമാനം ആ റവന്യൂ ഇൻക്രീസ് ചെയ്തിട്ട് നമ്മള് എന്തെങ്കിലും ഒരു അബ്രോഡ് പോകണം, ഏതെങ്കിലും ഒരു ഫോറിൻ കൺട്രി, അത് എത്ര ചെറിയ രാജ്യമാണെങ്കിലും പുറത്ത് പോകണം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ഞങ്ങൾ ആദ്യത്തെ വൺ മോർ തിങ്. ഇതേ ഗ്യാങ്ങാണ്, ഈ 5 people സർക്കിളാണ്. വേറെ പ്ലാൻ ചെയ്യുന്നില്ല. നമ്മളൊരു 5 പേരെ ബോണ്ടിങ് നമുക്ക് തിക്കാണ്. അതിലോട്ട് ഒരാളും കൂടെ ഇൻക്ലൂഡ് ആകുമ്പോൾ ചിലപ്പോ അത് ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് കേൾക്കും, ചിലപ്പോ അത് ഇല്ലാതെ വീക്കാവും. അപ്പൊ നമ്മളൊരു റിസ്ക് ഏറ്റെടുക്കാൻ വാട്ടെവർ. സ്റ്റെപ്പിംഗ് ടു 2024 ഞങ്ങളുടെ റെസൊല്യൂഷൻ പറയാം. ഞങ്ങൾ 3 പേർക്കും കോമൺ ആയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. 4-wheeler ഡ്രൈവിംഗ് ലൈസൻസ്. അത് 2-wheeler നമ്മള് 4-wheeler വേണം. 4-wheeler ഡ്രൈവിംഗ് ലൈസൻസ് മസ്റ്റ് ആണ്. അത് കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മള് ഒന്നുകൂടി അപ്ഗ്രേഡ് ആവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പ്രദേശമായിരുന്നു നമുക്ക് ലോങ് ഡ്രൈവിലൊക്കെ അവർ രണ്ടുപേരും അവര് എൻജോയ് ചെയ്ത് നമ്മള് ആ വണ്ടിന്ന് ഉറങ്ങാൻ മാത്രമേ ഇറങ്ങുന്നുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നമുക്ക് ഒരു എന്താ ഹൈവേസിൽ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെങ്കിലും നമുക്ക് ഓടിക്കാലോ എന്ന് വിചാരിച്ചു. സോ 2020 അറ്റ് ദ എൻഡ് ഓഫ് 2024 നമ്മുടെ കയ്യിൽ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാവും. ഇതാണ്. പിന്നെ എന്റെ ഒരു റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്റെ ഫസ്റ്റ് റെസൊല്യൂഷൻ എന്റെ ബോഡി, എന്റെ സ്കിൻ, ബോഡി, ഹെയർ കെയർ ഒക്കെ ചെയ്യണം. അത്ര ഹെയർ വീക്ക് ആവുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഈ ബിസി സ്കെഡ്യൂളില് ഇതൊന്നും ടേക്ക് കെയർ ചെയ്യാൻ സമയം കിട്ടുന്നില്ല. സോ നമുക്ക് ഏറ്റവും ഇഷ്ടം നമ്മളെയാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനൊക്കെ പ്രോപ്പർ കെയർ കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. സോ മാക്സിമം ഏറ്റവും നല്ല ഫുഡ് കൊടുക്കും, എപ്പോഴും വെള്ളം കുടിക്കാൻ ഇതാക്കും, അതേപോലെ പ്രോപ്പർ സ്കിൻ കെയർ, എക്സസൈസ്. ഇതൊക്കെ ഒരു റെസൊല്യൂഷൻ ആയിട്ട്, സ്ട്രിക്റ്റ് റെസൊല്യൂഷൻ ആയിട്ട് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ 3 പേര് എക്സസൈസ് ചെയ്യുന്നവർ തന്നെയാണ്. പക്ഷെ ഞങ്ങൾ ഫുഡിനോടുള്ള കൂടുതലായതുകൊണ്ട് ഇത്. പക്ഷെ ഇനി അങ്ങനെയല്ല, മിനിമൽ ഫുഡ് ആൻഡ് മിനിമൽ ലൈഫ് സ്റ്റൈൽ. അതാണ് എനിക്കെന്താ പറഞ്ഞാല് ഏതൊരു സങ്കടം വന്നാലും ഇവർ 2 പേരും കൂടി ഉണ്ടായിട്ട് പുറത്തിറങ്ങിയാല് ഹാപ്പി. ന്യൂ ഇയർ റെസൊല്യൂഷൻ പറയാമോ? ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്താന്ന് വെച്ചാല് ഡ്രൈവിംഗ്, പിന്നെ ബോഡി മെയിൻ്റെനൻസ്, മീൻസ് വർക്കൗട്ട്, പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യണം. പിന്നെ ഒരു ഇവൾ എടുക്കേണ്ട ന്യൂ ഇയർ റെസൊല്യൂഷൻ ഞാൻ പറയുന്നത് നോ പറയും. ഭയങ്കര ദേഷ്യം. അത് യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാരും ഒരുപാടുണ്ട്. എനിക്ക് ഭയങ്കര ദേഷ്യം വരാം. കാണുമ്പോൾ ദേഷ്യം. അപ്പൊ ഞങ്ങൾ 2 പേര് ഇളയ കുട്ടികളാണ്, അല്ലെങ്കിൽ ഞങ്ങൾ 2 പേർക്ക് മൂത്തവരുണ്ട്. അവർ കറക്റ്റ് അതേപോലെ അതുകൊണ്ട് ഞങ്ങൾ അത്യാവശ്യം ബോൾഡാണ്. ഇതാണെങ്കിൽ ഇതിനെ നോ പറയില്ല. സ്ട്രഗിൾ ചെയ്യുന്നത് കാണാം.
ഭയങ്കര ടയർഡായിട്ട് ഇരിക്കുമ്പോഴായിരിക്കും ആരെങ്കിലും പറയുന്നത് അപ്പോൾ ജസ്റ്റ് ഞാനിത് പണിയെടുത്തിരിക്കുന്നതാണ് എനിക്കിപ്പോ പറ്റൂല എന്ന് പറഞ്ഞാൽ മതി പറയൂല മുഖത്ത് നോ പറയുന്നിടത്ത് നോ മാത്രമേ പറയാറുള്ളൂ. ആദ്യമൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി. പിന്നെ ഒരു ഫാമിലി ട്രിപ്പ് ജീവൻ പ്ലാൻ ചെയ്യുന്നു. ഞാനും ബ്രദറും കൂടെ ഞങ്ങൾ വണ്ടിയിൽ വരുമ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാമിലിയും കൊണ്ട് മണാലി പോകാനാണ് പ്ലാൻ ചെയ്തത്. എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് അറിയത്തില്ല. 2024 എന്നെ സംബന്ധിച്ചിടത്തോളം ഫണ്ടിന്റെ കാര്യത്തിൽ ഭയങ്കര ടൈറ്റിൽ പോകുന്ന ഒരു ഇയർ ആയിരിക്കും. മേ ബി വീടിന്റെ പണി നടക്കുന്നത്, മാരേജ്. പക്ഷെ കൊണ്ടാണ് ഞങ്ങള് 3 മാസം പോലില്ല നമ്മൾ ഫണ്ടിങ് തുടങ്ങിയത് ശരിക്കും നവംബറിന്റെ ലാസ്റ്റ്. ഞങ്ങള് കോമൺ ഫണ്ട്, അതിന് പുറമെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഫണ്ട്, നമ്മുടെ ഡെയിലി അവിടുത്തെ ഔട്ടിങ്ങിന്റെ ചെലവ് അതൊക്കെ കഴിഞ്ഞിട്ട് ആൻഡ് നമ്മള് മനസ്സിലാക്കിയ കാര്യം എല്ലാവർക്കും ഈക്വൽ ടൈം കൊടുക്കണം. എന്നിട്ട് ഞാൻ ഇവരുമായിട്ട് കറങ്ങുന്നത് പോലെ തന്നെ എന്റെ ഹസ്ബൻഡിന്റെ കൂടെ കറങ്ങുന്നുണ്ട്, എന്റെ ഉപ്പാന്റെ കൂടെ പോകുന്നുണ്ട് കറങ്ങാം. എല്ലാവർക്കും എല്ലാവരുടെയും ഹാപ്പിനെസ്സിൽ നമ്മൾ ഒരു പാർട്ട് ആവണം എന്നുള്ള കാര്യം പഠിച്ചിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് കുറച്ച് ടൈമല്ലേ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. ഈ ബിഹൈൻഡ് ദ സീൻ ഇപ്പൊ ക്യാമറക്ക് മുമ്പിൽ ഹസ്ബൻഡ് എപ്പോഴും വരുന്നൊന്നുമില്ല. പക്ഷെ ദാറ്റ് ഡസന്റ് മീൻ ആള് എന്റെ കൂടെ ഇല്ലാത്തതല്ല, ആൾക്ക് ക്യാമറ ഷൈ അതൊക്കെ ഉള്ളതാണ്. പക്ഷെ നമുക്ക് എല്ലാരും തന്നെ ഫാമിലി ടൈം ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ പാർട്ട്നേഴ്സ് ഒന്നും ക്യാമറയുടെ മുമ്പിൽ വരുന്നില്ല. പക്ഷെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്. അതുകൊണ്ടാണ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. എങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് ചോദിച്ചാലും ഇല്ലാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെയാണോ ഇഷ്ടം? കേസിൽ 2 മക്കളെയും കൊണ്ടാണ് വന്നത്. പിന്നെ അത് അവൾക്ക് 2023 പഠിച്ചൊരു പാഠമാണ്. പിന്നെ പറയേണ്ട ഒരു റെസൊല്യൂഷൻ, ഞാൻ ഈ ബ്ലോഗിങ് ഒന്നുകൂടി മെച്ചപ്പെടുത്തി രണ്ടും എന്നെ തെരുവ് വിളിച്ചോണ്ടിരിക്കുകയാണ്. കാരണം എവിടെ പോയാലും ഇങ്ങനെ നമ്മൾ പറയും ചാനലുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അവിടെ ബ്ലോഗ് ചെയ്യുന്നത് നമ്മൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നത് രണ്ടാമത് ഒരാളെ അറിയിപ്പിക്കുന്നതിന് ഒരു തെറ്റില്ല. എനിക്കെന്തോ അത് എന്നെ പുഷ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പോട്ടെ, അതാണ് എനിക്കിതിന് പാവുന്നത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയും. ഡ്രൈവിന് മറ്റേ ഊട്ടിന്ന് ബാംഗ്ലൂരിട്ട് ഡ്രൈവ് ചെയ്ത് പോകുമ്പോ ഫോട്ടോ എടുത്ത് വീഡിയോ ഞാനാണെങ്കിൽ മൈൻഡിൽ സെറ്റ് ചെയ്ത ഒരു ഫ്രെയിം കഴിഞ്ഞിരിക്കുകയായിരുന്നു. ചോട്ടു അത് നോക്ക്, നല്ല ഫ്രെയിമാണ് ഇവിടെ എന്ത് യൂട്യൂബ്. അപ്പൊ നമ്മുടെ ഫോട്ടോസ് വീഡിയോസ് ഇതൊക്കെ സോഷ്യൽ മീഡിയ ആൻഡ് ബ്ലോഗിങ് സ്ട്രോങ് ആക്കണം. ഇപ്പോഴത്തെ നിലവിലത്തെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് തോന്നുന്നു 2700 ആണെന്ന് തോന്നുന്നു, അത്ര എങ്ങാണ്ടോ ആണ്. എത്ര അപ്പൊ അറ്റ് ദ എൻഡ് ഓഫ് 2024 എനിക്കൊരു 10K സബ്സ്ക്രൈബേഴ്സ് എനിക്ക് വേണം. നിങ്ങൾ കാണുന്ന ആരെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ പോരെ. ഞങ്ങൾ എന്നിട്ട് ട്രിപ്പ് ഒക്കെ എടുക്കട്ടെ. ഇതിന് ഏറ്റവും എന്തായാലും ട്രിപ്പിംഗ് ആണ്, ഇത് സത്യം. ഇല്ലെങ്കിൽ ഞങ്ങൾ കൂടെ ഇവരാണ് എന്റെ ട്രിപ്പിംഗ് പാർട്ട്നേഴ്സ്. പിന്നെ അത് സോഷ്യൽ മീഡിയ ഭയങ്കര വലിയൊന്നുമില്ല, എനിക്ക് ഇഷ്ടമാണ്. എന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് എന്റെ ഷർട്ടിൽ തന്നെ അറിയുന്നവർക്കറിയാം കുറേ ഡ്രസ്സ് ഉണ്ടാവും. അതിടാൻ 2-3 വർഷമായിട്ട് വെച്ച ഡ്രസ്സ് ഉണ്ടാവും. വീട്ടില് എല്ലാവരോടും ചീത്ത കേൾക്കലുണ്ട്. പ്രത്യേകിച്ച് ഉമ്മാനോട് ചീത്ത കേൾക്കലുണ്ട്. എപ്പോഴുള്ള ക്വസ്റ്റ്യനാണ് എന്താ ഇടാന്ന്. അപ്പോൾ ഷെൽഫിലൊന്നും ഇല്ലേ, ഷെൽഫിലുള്ളതൊക്കെ ഞാൻ മെലിഞ്ഞിട്ടുണ്ട്. അപ്പൊ കുറച്ച് വലിയാണ്, കുറച്ചൊന്നും ഇത് വേണം. മൊത്തത്തില് ബോഡി ഭയങ്കര സ്ലിം ആവണമെന്നില്ല, കുറച്ചൊന്നും. എനിക്ക് ശരിക്കും ആഫ്റ്റർ ഡെലിവറി ആയതിനു ശേഷമാണ് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ 2 ദിവസം കൊണ്ട് 2 കിലോ കുറക്കും. പക്ഷേ
ഒരു 2 weeks എങ്കിലും എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷേ ഇവരായിട്ടും എന്റെ വിശ്വാസം എന്താണെന്നറിയോ, അങ്ങനെ പെട്ടെന്ന് ബോഡീനെ അങ്ങനെ നമ്മൾ ഇതാക്കരുത്. ചെറുതായിട്ട് പെട്ടെന്നല്ല, നമ്മള് മറ്റേ സൈക്ലിംഗ് ഒക്കെ തുടങ്ങിയിട്ട് 2 months ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ മറ്റേ ഓപ്പൺ ജിമ്മിൽ പോയിട്ട് വർക്ക്ഔട്ട് ചെയ്ത്. പിന്നെ ഞാൻ എടുത്തൊരു തീരുമാനം, ഇവർ രണ്ടുപേരും എന്നെ സപ്പോർട്ട് ചെയ്യില്ലായിരിക്കും. ഞാനിപ്പോഴുള്ള ഒരു കോൺട്രാക്ച്വൽ ജോബാണ്, അത് സ്റ്റോപ്പ് ചെയ്തിട്ട് അതിന്റെ കോൺട്രാക്ട് പീരീഡ് തീരുന്നത് വരെ February 20th തീരും. അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്കൊരു എക്സ്പെരിമെന്റ്, എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു എക്സ്പെരിമെന്റ് എനിക്ക് വേണം. അത് ഞാൻ പറയുന്നത് ഇവളിത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് അത് അത് ആ ജോബ് വിടുന്നത് വിടാത്തത് അത് അവളെ പേഴ്സണൽ കാര്യം. പക്ഷെ എന്താ, അത് വിട്ടതിനെ പറഞ്ഞിട്ട് വേറൊരുത്തര് എനിക്ക് ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം അത്രയും പറ്റുമോ ഒരു വലിയ ഇത്. ഇതാണെങ്കിൽ നമ്മൾ ഈ വർഷം നമ്മൾ ഈ സാലറിക്ക് പുറമെയാണ് മറ്റു ഇൻകം കിട്ടിയത്. പക്ഷെ അപ്പൊ എന്റെ ഒരു എഫേർട്ട് ഡബിൾ ആവും. ഞാൻ എന്തായാലും എന്തെങ്കിലും ചെയ്തിരിക്കുന്നത് കണ്ടാൽ ആദ്യം കുറ്റം പറയുന്നത് ഞാൻ മാത്രമായിരിക്കും. ഞാനാണ് ആദ്യം ഞാൻ പറഞ്ഞു വിടുന്നത് വിടാതെ നമുക്ക് 2024 എന്നെ സക്സസ്ഫുൾ ആയിട്ട് കാണും. വേറൊരു ഇതുണ്ട്, ഞാനും സമീരയും കൂടിയിട്ട് ഒരു ബിസിനസ് ഉണ്ട്. ഉമ്മക്കൊരു മസാലയുടെ ബിസിനസ് അതൊന്ന് സ്ട്രോങ് ആക്കണം. അതൊക്കെയാണ് എന്റെ പ്ലാൻ. മറ്റു പരിപാടികൾ അല്ല. ക്യാൻറ്റീനിൽ ഞാൻ വെറും പാക്കേജ് ഫുഡാണ് മറ്റേ സ്നാക്സ് ആയിട്ട് കൊടുത്തോണ്ടിരുന്നത്. അപ്പൊ മൊത്തത്തില് അത് ഞാൻ തന്നെ കൺട്രോൾ ചെയ്യാൻ തീരുമാനിച്ചു. അത് ഭയങ്കര വലിയ റെസ്പോൺസിബിലിറ്റി ആണ്. അല്ല, ഞാനത് ജീനോട് പറഞ്ഞൊരു കാര്യമാണ്, ആവശ്യമില്ലാത്ത ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം എടുത്ത് തലയിൽ വെക്കരുത്. കാരണം എനിക്കൊരിക്കലും സേഫ് സോണിൽ നിന്നിട്ട് എനിക്ക് പൈസ ഉണ്ടാക്കാൻ ഇഷ്ടമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു എൻജോയ് ചെയ്തത് ഞങ്ങള് 5 പേരും ഈക്വലി വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാരും നമ്മുടെ പയ്യൻസും എല്ലാരും നമ്മുടെ വീഡിയോസ് എന്തായാലും നിങ്ങൾ കാണും. നമ്മുടെ ട്രിപ്പ് വീഡിയോ കാണും. നിങ്ങൾക്ക് അറിയാം, ഞങ്ങൾ മനസ്സ് തുറന്ന് ചിരി ഒരു മൊമെന്റ് നമ്മുടെ അല്ലാത്തില്ല. എങ്ങനെ അടിച്ചു പൊടിക്കുക എന്ന് വെച്ചാൽ ആ ലെവലിൽ പോയിട്ടുണ്ട്. അടിപൊളി. അപ്പൊ അത് കട്ടു അങ്ങനെ. പിന്നെ റെസൊല്യൂഷൻ എന്താന്ന് വെച്ചാല് എനിക്ക് എന്താ അത്രയ്ക്കുള്ളൂ റെസൊല്യൂഷൻ. കൂടുതൽ റെസൊല്യൂഷൻ പിന്നെ 10 meal ഫുഡ് ഹാബിറ്റ് ഞാൻ ഫോളോ ചെയ്യാൻ പോകണം. അത് ആൾറെഡി ഞാൻ ചെയ്യുന്നതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഫുഡ് കഴിക്കുന്ന ടൈപ്പാണ്. അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഒരു ഫുൾ സ്റ്റോക്ക് ആവില്ല എന്നും. ഒരു ഹെവി മീൽസ് ഞാനൊന്നും കഴിക്കാറില്ല. അതൊന്നും കൂടി പ്രോപ്പർ ആയിട്ട് വേറൊരു പ്രത്യേക ഒരു റെസൊല്യൂഷൻ എടുക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് ഫുഡ് കഴിക്കുമ്പോ പ്ലേറ്റ് ഇതുവരെയായിട്ടും ക്ലീൻ ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഫുഡ് വെറുതെ വേസ്റ്റ് ചെയ്യും. ഞാൻ എപ്പോഴും ചെയ്തോളൂ. എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് കഴിക്കുമ്പോ പ്ലേറ്റ് ഫുള്ള് ക്ലീൻ ആക്കണം. എനിക്ക് അറിയില്ല. എന്റെ ഏറ്റവും ബാഡ് ആൻഡ് വേഴ്സ്റ്റ് ക്വാളിറ്റിയാണ്. ക്വാളിറ്റി എന്ന് പറയില്ല, വേഴ്സ്റ്റ് സൈഡാണ്. ഞാൻ പക്ഷെ എന്റെ സൈഡിൽ വിചാരിക്കുന്നത് എന്താണെന്നറിയാം, ഞാൻ കുറച്ച് ചോറ് വേസ്റ്റ് ആയി കഴിഞ്ഞാൽ എനിക്കത് ഹെവി ആയിരിക്കും. എനിക്ക് എത്രയായാലും ഹെവി ആയി പോകുന്നുണ്ട്. എന്നിട്ട് ആ ഹെവി ഞാൻ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ വേസ്റ്റ് അല്ലേ. അപ്പൊ ഞാൻ വിചാരിക്കും ഇതിപ്പോ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ പട്ടിക്കോ പൂച്ചയ്ക്കോ കോഴിക്കോ കിട്ടി കഴിഞ്ഞാൽ വേസ്റ്റ് അല്ലല്ലോ. അങ്ങനെ ഞാൻ വിചാരിച്ച് സമാധാനിക്കാറുണ്ട്. കാണുമ്പോഴേ ഇത് ന്യായീകരണമാണ്. ഒരുമാതിരി വേണ്ടായിരിക്കും. ഞാനത് എനിക്കങ്ങനെ എന്താണെന്നറിയില്ല. ഞാൻ എടുക്കുമ്പോൾ ഞാൻ കുറഞ്ഞു പോയി. ഇത് എന്ത് കുറവ് എന്ന് വിചാരിച്ച് ഞാൻ എടുക്കും. ഞങ്ങള് ഇന്നലെ ന്യൂ ഇയർ, ഇതിപ്പോ ന്യൂ ഇയർ ജനുവരി ഫസ്റ്റ് ആണ്. ഇന്നലെ രാത്രി ഞങ്ങൾ പറഞ്ഞു നമ്മളെന്തായാലും പുറത്തിറങ്ങുന്നില്ല. കൊച്ചിയായതുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങുന്നില്ല. പക്ഷെ ഞാൻ ഇന്നലെ നല്ല തീരുമാനമൊക്കെ എടുത്ത് എല്ലാവർക്കും കുറച്ച് എന്നിട്ട് ഞങ്ങളെല്ലാരും ഞാൻ പാസ്ത മതി എന്ന് പറഞ്ഞു. പാസ്ത ഞാൻ വീട്ടിൽ ഒരു പ്രാവശ്യം ഷോർട്ടിന്റെ ബ്ലോഗിൽ വന്നിട്ടുണ്ടായിരുന്നു. മറ്റേ കപ്പയും അതിൽ ഞാൻ പാസ്ത ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇവരുടെ വീട്ടില്. പക്ഷെ പാസ്ത ഒറിജിനൽ പാസ്തന്റെ ടേസ്റ്റ് എനിക്കറിയാത്തോണ്ട് എനിക്കത് അത്രയും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇവരൊക്കെ ഭയങ്കര നല്ലതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഈ
പ്രാവശ്യം പാസ്ത കഴിക്കണം. അങ്ങനെ ഇന്നലെ രാത്രി പാസ്ത ഓർഡർ ചെയ്തു. ഇവര് അൽഫാം ഹാഫ് ഓർഡർ ചെയ്തു. ചോട്ടു ചെറിയൊരു പനി ആയതുകൊണ്ട് കഞ്ഞി പിന്നെ നൂൽപ്പിട്ട് ഓർഡർ ചെയ്തു. അപ്പൊ വന്ന് കഴിഞ്ഞപ്പോ അച്ഛൻ തന്നെ പറഞ്ഞു ഇത് എല്ലാം തുറന്നിട്ടപ്പോ ഇത് നമുക്ക് തരുന്നു. അതാരാ പറഞ്ഞത്? ഇത് നമുക്ക് തരുമോ? ചോട്ടു എന്നാ ഓർഡർ ചെയ്യാം വേണ്ട. ഞാനാ പറഞ്ഞില്ല, ആയിട്ടില്ല, കഴിച്ചിട്ട് നോക്കാം. ഹാഫല്ല, ഒരു പീസ് ആയിരുന്നു. ലെമൺ ഷെയർ ഇട്ടാ കഴിച്ചേ. അപ്പൊ ഓക്കെ ആവോന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനും എല്ലാരും ഷെയർ കഞ്ഞൊക്കെ ബാക്കിയാണ്. പക്ഷെ ഞാൻ കഞ്ഞി ഡെഡിക്കേഷൻ കാരണം പേടിപ്പിക്കൽ കാരണം രാത്രി വരെ എണീറ്റ് കുടിച്ചു. ഫുഡ് വേസ്റ്റിംഗ് തീരുമാനമാണ്. വെള്ളം നല്ലോണം കുടിക്കണം. വെള്ളം കുടിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ മറ്റേ ജോലിക്ക് പോകുന്ന സമയത്തും ഞാൻ വാട്ടർ ബോട്ടിൽ എടുക്കുന്നത്. എന്നാലും വേണം. എന്നിട്ട് വെള്ളം ഭയങ്കര ഇതാകുമ്പോ എനിക്ക് തന്നെയാണ് എന്റെ സ്കിന്ന് ഭയങ്കര ഡള്ളായി പോകുന്നുണ്ട്. എനിക്ക് വെള്ളം എന്റെ ഫ്രണ്ട്സ് ട്രോൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ ഗ്യാങ് എന്നെ ട്രോൾ ചെയ്യുന്ന കാലം ഞാൻ ട്രിപ്പില് പോയപ്പോ എല്ലാ പെട്രോൾ പമ്പിലും ബാത്റൂം വിസിറ്റിംഗ് ആണ്. അത് ഫുൾ ഓൾ ഇന്ത്യ ബാത്റൂം വിസിറ്റിംഗിന്റെ വല്ല അവാർഡ് ഉണ്ടെങ്കിൽ സീരിയസ് ആയിട്ട് ഞാൻ നല്ലോണം വെള്ളം കുടിക്കും. അതുപോലെ പോവാറുണ്ട്. അപ്പൊ സ്കൂളിലാണെങ്കിലും ടീച്ചേഴ്സ് ട്രോൾ ചെയ്യും. ഇവള് പിന്നെ ഫുൾ ടൈം ബാത്റൂമിലാണ്. പെട്രോൾ പമ്പ് എത്തി ഞാൻ ഇന്നലെ എന്തോ തമാശയായിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലത്തെ എല്ലാ ആളുകളും പെട്രോൾ പമ്പില് അത്രയും അത്രയും വെള്ളം കുടിക്കാറില്ല. എന്നിട്ട് അത് പോയി. ഇപ്പൊ കുപ്പി വെള്ളം കുടിച്ചിട്ട് അപ്പൊ അങ്ങനെ റെസൊല്യൂഷൻ അത്ര. പിന്നെ കാലങ്ങളായിട്ട് ഞാനിങ്ങനെ പെൻഡിങ്ങിൽ വെച്ചിട്ട് നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റെസൊല്യൂഷനാണ് എൻ്റെ ഫാഷൻ ഡിസൈനിങ് ഷോപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ബുട്ടീക്ക് അല്ലെങ്കിൽ ഒരു ഡിസൈനർ വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ എനിക്ക് ഇങ്ങനെ പല കാര്യം ഇപ്പൊ ഉള്ള ജോബ് കാരണം എനിക്ക് പലതും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ. അപ്പൊ അതൊക്കെ കൊണ്ടാണ് ഞാൻ ജോബ് വിടാനുള്ള ഒരു പ്ലാൻ ചെയ്തത്. അപ്പൊ എന്തായാലും ഫാഷൻ ഡിസൈനിങ് വെഞ്ചർ എന്തായാലും ചെയ്താൽ മതി. ചെയ്യും ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഞാനിവിടെ കുറ്റപ്പെട്ട ഒരാരും ചെയ്യും. ആൻഡ് ട്രിപ്പിംഗ് എന്ന് പറയുന്നത് സീരിയസ് ആയിട്ട് ട്രിപ്പിംഗ് ഇയർലി വൺസ് ഒരു ഹെവി ട്രിപ്പും ഫാമിലി ട്രിപ്പ് വരെ ഞങ്ങൾ ഡിസംബറിൽ ഇൻഷാല്ലാ ഈ വീഡിയോസ് ഒക്കെ ഭയങ്കര ഇത് കാണുന്ന വിചാരിക്കും ട്രിപ്പ് ചെയ്യാൻ ഇത്രമാത്രം ഫണ്ട് വരുന്നത്. നിങ്ങളെ മൈൻഡ് റിലാക്സ് ചെയ്യാൻ വേണ്ടിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരുപാട് പാക്കേജസ് ഉണ്ട്. പക്ഷെ നമ്മൾ അത് പ്രിഫർ ചെയ്യാത്ത എന്താന്ന് വെച്ചാൽ ഒന്ന് ഫാമിലി, പിന്നെ നമ്മുടെ ബി ടൈം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവില്ല. അവർക്കൊന്ന് പ്രത്യേകിച്ച് ഭയങ്കര ലാഗിങ്ങിന്റെ ലാഗിങ് മീൻസ് രണ്ടാളെ റെഡിയാക്കണം. പിന്നെ ഞാനും ഇപ്പൊ അത്ര കുഴപ്പമില്ല. ഇവൻ നമ്മുടെ ബ്രദേഴ്സ് അടക്കനെ വാക്കാൻ പോക അങ്ങനത്തെ മൈൻഡായിപ്പോ. 4 മണി എന്ന് പറയുമ്പോ അടിപൊളി. നമ്മുടെ ബ്ലോഗിൽ മറ്റേ ഇത് ബാംഗ്ലൂരിലെ ലാസ്റ്റ് വിസിറ്റ് ചെയ്ത സ്ഥലത്ത് നമുക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. അതെന്ന് വെച്ചാൽ നമുക്ക് രാത്രിക്ക് മുന്നേ ഫോറസ്റ്റ് കവർ ചെയ്തിട്ട് മറ്റേ കാലിക്കറ്റിൽ എത്തണം. അപ്പം നമുക്ക് നേരത്തെ എടുക്കണമെന്ന് അവസരം 5 മണിക്കാണ്. അതാണ് പ്രശ്നം. അവിടെ പിന്നെ നമ്മൾ തീരുമാനിച്ചത് ഇതിന് ഏതെങ്കിലും പാക്കേജിന് ഞാൻ ഫിനാൻഷ്യൽ ഡീലിംഗ് നല്ല രീതിയിൽ കഴിഞ്ഞു. ഫിനാൻഷ്യൽ ഡീലിംഗ്സ് ഒന്നും ഞാൻ ഫിനാൻഷ്യൽ ഡീലിംഗ്സ് ആണ് ഏറ്റവും വലിയ തലവേദന. കാരണം നമ്മള് എല്ലാ സ്ഥലത്തും പോയി ഓക്കെ ഫിനാൻഷ്യൽ ഡീലിംഗ്സ് ഒരു പ്രോപ്പർ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മള് ഇതിനേക്കാളും വലിയ ഒരു
എന്താ ബഡ്ജറ്റിലായിരുന്നു മണാലിക്ക് പോയത്. അത് ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞിട്ട് മെയിൻറ്റെയിൻ ചെയ്തു. പക്ഷെ അതെന്താ അന്നത്തെ കണക്ക് അന്ന് തന്നെ തീർത്തു. ഇപ്പൊ റെസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് ഞാൻ പലപ്പോഴും പറയുന്നുണ്ടായിരുന്നു വാ നമുക്ക് ഇരിക്കാം, പക്ഷെ ഇവിടെ വീക്കായി പോയി. ഞാൻ ഭയങ്കര വീക്കാവുന്നത്. രാത്രി ആകുമ്പോഴത്തേക്കും ഭയങ്കര ഇല്ല നമുക്ക് ഈ ദിവസത്തിന്റെ അവസാനം ഞങ്ങള് കാലിക്കറ്റിൽ നിന്ന് എറണാകുളം വരാന് ജനശതാബ്ദി കയറി 5.5 മണിക്കൂറാണ് ജനശതാബ്ദി എത്തുന്നത്. ഞങ്ങൾ തൃശ്ശൂർ എത്തിപ്പോയിട്ടാണ് ഞങ്ങളുടെ കണക്കിന്റെ 1 മണിക്കൂർ ബാക്കി നിൽക്കാനും കണക്കൊക്കെ സെറ്റായത്. ഗവൺമെന്റിന് നമ്മളെ കയ്യിൽ നിന്ന് എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു കുറച്ച് എമൗണ്ട്. പക്ഷെ റീഫണ്ട് ആയി. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ വണ്ടി ചെറിയൊരു ഇത് വന്നു, പണി കിട്ടി. അത് നെക്സ്റ്റ്. അപ്പൊ നമ്മുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ അപ്പൊ നിങ്ങള് നമുക്ക് ഇത് ഞങ്ങൾക്കും കൂടി വേണ്ടി എടുത്ത വീഡിയോ ആണ്. കാര്യം നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ പ്രൂഫിലേക്കുണ്ട്, നമ്മൾ അതനുസരിച്ചെങ്കിലും ചെയ്യും. അപ്പൊ ഇൻഷാല്ലാ നമ്മൾ 3 പേരും ഈ റെസൊല്യൂഷൻ ഫുൾഫിൽ ചെയ്ത് അറ്റ്ലീസ്റ്റ് ഇപ്പൊ 10 റെസൊല്യൂഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർ ദാൻ ഹാഫ് ഫുൾഫിൽ ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുള്ളൂ. ഇത് കോൺഫിഡൻസ് ഒന്ന് 4-വീലർ ഡ്രൈവിംഗ് ലൈസൻസ്, പിന്നെ ബോഡി ആൻഡ് ഹെയർ കെയർ എല്ലാം മെയിൻ്റെനൻസ്, എക്സസൈസ്, പിന്നെ വാട്ടർ, പിന്നെ അതേപോലെ ബിസിനസ് ടേക്കപ്പ് ചെയ്യുന്നത്, അതേപോലെ ജീവനായിട്ട്, പിന്നെ ഒരു ഫാമിലി എല്ലാവരും ഞങ്ങളുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഞങ്ങളുടെ ഹാപ്പിനെസ്. അത് എപ്പോഴും ഉണ്ടാവട്ടെ. ശരിക്കും ഇതേപോലെ തന്നെ എപ്പോഴും ഹാപ്പി ആയിട്ട് പിന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ആൻഡ് ബ്ലോഗിങ് എപ്പോഴും ഉണ്ടാവും. ഇനി ഇൻ കേസ് ഞാൻ ബ്ലോഗിങ്ങിലൊക്കെ മടി പിടിക്കാറുണ്ട്. നിങ്ങൾ രണ്ടുപേരെ ഓർമ്മിപ്പിക്കണം. പിന്നെ ഞാൻ പറയാൻ പോകുന്ന ഒരു റെസൊല്യൂഷൻ എനിക്കെടുത്തത് നോ ബാഗേജ്. 2025ലേക്ക് പോകുമ്പോൾ ഒരു റിഗ്രറ്റും ഇപ്പോഴും ഒരു റിഗ്രറ്റും ഇല്ലാതെ 2024ലേക്ക് സ്റ്റെപ്പ് ചെയ്തത് ഇതേപോലെ ആയിരിക്കും. 2025 ഒരു ബാഗേജ് എന്റെ തലയിൽ കയറ്റി വെക്കില്ല. അത് ചെയ്തു. ഡസൻറ്റ് മാറ്റർ. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ മൈ ഹാപ്പിനെസ് ഈസ് മൈ പ്രയോറിറ്റി. ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് പോകാൻ പോകുന്നത്. So this is my resolution. This is our resolution. So Till then, take care. Bye. bye and happy new year to you all. Happy New